ഹലോ സുഖമെല്ലാവർക്കും. അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇത് നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ, നാടിൻ്റെ മണ്ണും മണ്ണിൻ്റെ മണവും ആന പൂരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പൂരം കൂടാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോയതാണ് കേട്ടോ. പ്രണിയേട്ടൻ്റെ അമ്പലത്തിൽ പൂരത്തിന് പോയതാണ്. പ്രണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ കുറേ കളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുത്തപ്പൻ കളം, പിന്നെ ഭഗവതിക്കളം, അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പം ഞാനങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിൽ ഇത് ആഡ് ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തെ പൂരമാണെങ്കിൽ 5 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം ഓരോരോ കളങ്ങളായിരിക്കും. പക്ഷേ പ്രണയേട്ടൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 3 കളം ഉണ്ടാവും, കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പാമ്പുങ്കാവുണ്ട്, 2 വലിയ പാമ്പുങ്കാവുണ്ട്. എൻ്റെ വീഡിയോ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു, അപ്പോൾ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്താണ് കേട്ടോ. വലിയൊരു നാഗരാജാവ് ഇരിക്കുന്നൊരു കാവുണ്ട്. അവിടെ പൂജ ചെയ്യാനൊക്കെ ഭയങ്കര ദൂരമാണ്, ഇങ്ങനെ പോയി വരാനൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വന്നു ഗൈസ്. അപ്പം ഞാനിതാ പറ നിറയ്ക്കുന്നതാണ്. എപ്പോഴൊക്കെ ഞാൻ നാട്ടിലുണ്ട് പൂരത്തിന്, അപ്പോഴൊക്കെ ഞാൻ പറ നിറയ്ക്കാറുണ്ട്. ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യമൊക്കെ പറ നിറച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഈ വാഴയിലയിൽ ഇങ്ങനെ നെല്ല് 3 പ്രാവശ്യം ഇട്ടിട്ട് പറയിൽ ഇങ്ങനെ മുറത്തിലിങ്ങനെ നെല്ലൊക്കെ വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ പറയിൽ നിറയ്ക്കുക. അത് കാണുന്ന പോലെ ഇല്ലാട്ടോ, അത്യാവശ്യം നല്ല കനുണ്ട്. അങ്ങനെ എടുത്തു, അങ്ങനെയൊക്കെ പറ നിറച്ചു. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഭക്തിസാന്ദ്രമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തോ മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമല്ലേ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ പറയൊക്കെ നിറച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി വരും. ചുറ്റി വന്നിട്ട് വീണ്ടും ആ പറ തിരിച്ചിടണം. അങ്ങനെയാണ് ഈ പറ നിറയ്ക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ചേട്ടൻ എനിക്ക് കുറച്ച് നെല്ലൊരു പേപ്പറിലാക്കി തന്നു കേട്ടോ. അത് നമ്മൾ നിറച്ച ദൈവത്തിൻ്റെ ഒരു ഇതാണ്. ഞാനത് ദുബായിക്ക് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഭക്തി വേണ്ടിയിട്ട്. ഇതെൻ്റെ ചെറിയ മോനാണ്, അവനവിടെ പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അവിടെ ഗണപതി ഉണ്ടല്ലോ സൈഡിൽ, അപ്പോൾ ആളിങ്ങനെ തൊടുന്ന വീഡിയോ ആണ്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് നിങ്ങൾക്കറിയോ, ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തൊരു പൂജ ചെയ്യില്ലേ, അതെന്തോ പറയില്ലേ, ഇങ്ങനെ കുരുതി ചെയ്യുമോ, അങ്ങനെ എന്തോ പറയും. അത് നല്ല രസമാണ് സത്യം പറഞ്ഞാൽ നോക്കിയിരിക്കാൻ. കുറേ വിളക്കുകളും കുറേ തീയൊക്കെ ആയിട്ട് അതിലവരിങ്ങനെ ഈ തീയും എന്തോ ഒരു പൊടിയില്ലേ, അരിപ്പൊടിയാണോ അതോ എന്ത് പൊടിയാണെന്നറിയില്ല, ആ പൊടി പോലെ ഇങ്ങനെ ഭസ്മാന്ന് തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിങ്ങനെ മീതയ്ക്കൊക്കെ തെറിപ്പിച്ചിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും വരുന്നവരെ ടാറ്റാ.